ഈ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് അവിടെ +2 പാസ്സാവണമല്ലോ. അപ്പൊ ഈ +2-ന് ഇവർക്ക് റെക്കോർഡ് ബുക്സ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരുന്ന ആളാണ് അനീഷ. അങ്ങനെ ആയിരിക്കും തുടങ്ങിയെന്നായിരുന്നു പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അവിടെ വെച്ച് ഞാൻ അറിഞ്ഞില്ലേ. ഈ റെക്കോർഡ് ബുക്കിന്റെ ഉള്ളിൽ എത്ര ലവ് ലെറ്ററുകൾ ഉണ്ടായിരുന്നു? ഇല്ലില്ല, ലവ് ലെറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇത് ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള ലവ് ആണല്ലോ. അപ്പം കാരണം ഇതൊക്കെ പ്രൂഫാണല്ലോ, അതൊന്നും കൊടുക്കാൻ പാടില്ല. പക്ഷെ ആകെ എഴുതിയിരുന്ന ഒരു ലവ് ലെറ്റർ നല്ലൊരു മെസ്സേജ്, ഞാൻ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ ആൻഡ് എവർ, അത്രയും മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ അന്നൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ബെസ്റ്റ് ഫ്രണ്ടും സിസ്റ്ററും ബ്രദറും ഒക്കെയാണ് അന്നത്തെ ട്രെൻഡ്. ഇന്നത്തെ പോലത്തെ ബെസ്റ്റ് അല്ല കേട്ടോ, ബെസ്റ്റ് അല്ല ബെസ്റ്റ് ഫ്രണ്ട്. അതായത് പ്രണയത്തിന്റെ വേറൊരു പേരാണ് ഈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം യെസ്, അതായത് 2 പേരായി കഴിഞ്ഞാൽ ഓക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അപ്പം മനസ്സിലാക്കിക്കൊള്ളണം, വേറെ ആരും കൈവയ്ക്കരുത്, നോക്കരുത്. യെസ്, ആദിമ രൂപം അല്ല, ബെസ്റ്റിയും ബെസ്റ്റ് ഫ്രണ്ടും രണ്ടും രണ്ടാ. 2024 ബെസ്റ്റിക്ക് നിർവചനങ്ങൾ വേറെയാ. അതൊരിക്കലും അതെ അതെ, അതാ പറഞ്ഞേ. അത് പക്ഷെ അന്നത്തെ കാലത്ത് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വിരലിങ്ങനെ തൊടുക, ഒരു ഗുഡ് മോർണിംഗ് പറയുക, അത്രയൊക്കെ ഉള്ളൂ പ്രണയം. നമുക്കൊരു ഫോട്ടോ കാണാം. എനിക്ക് നമ്മുടെ ഓർമ്മകളിലേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഫോട്ടോ ആണ്. അന്നത്തെ ബെസ്റ്റ് ഫ്രണ്ട്, അന്നത്തെ കോച്ച് ഇതാണ് പറഞ്ഞ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ബിമലേട്ടൻ. അത് വർമാണൻ ഒരു പഴയ ഗോൾ കീപ്പറാണ്. ഇത് നിസാമുദ്ദീൻ സർ, പണ്ടത്തെ ഹോക്കി കേരള ഹോക്കിയുടെ അല്ലേ സർ പ്രസിഡന്റ് ആയിരുന്നു. അന്നൊക്കെ ഈ പ്രണയം അറിഞ്ഞായിരുന്നെങ്കിൽ എന്തായിരിക്കും സാറിന്റെ റിയാക്ഷൻ? അയ്യോ, എന്നെ കൊന്നേനെ. ചിലപ്പോ പുറത്ത് പറഞ്ഞു വിട്ടേ, വീടോട്ടും ചെയ്തേനെ. അന്നത്തെ കാലത്ത് സാറല്ലായിരുന്നു ശ്രീശേഷൻ ഇന്ത്യക്ക് മെഡൽ കാണും. അതെ സത്യം, അതേ പറഞ്ഞേ. അന്നത്തെ സാർ ഇതുപോലെ ഒന്നും അല്ലായിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞ പ്രണയം എന്നൊക്കെ പറഞ്ഞ, കാരണം അവിടെ ചെല്ലുമ്പോൾ ഫാമിലിനെ വിട്ടിട്ട് മാറി നിൽക്കുന്നു. അപ്പോൾ ഒരു അട്രാക്ഷൻ, ഇന്റിമസി ആരോടെങ്കിലും തോന്നാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അന്ന് സാർ പറഞ്ഞ പോലെ ഡിസിപ്ലിൻ ഭയങ്കരമാണ്. അവിടെ എന്തെങ്കിലും ചെയ്ത പ്രശ്നം വന്നാൽ അവിടെ നിന്ന് ചാടിച്ചു വിടുക തന്നെ പണിയുള്ളൂ. അല്ല, ഇപ്പം ഇവിടെ തന്നെ ഇപ്പൊ തേജസ് ഇരിപ്പുണ്ട്. ശ്രീജേഷിന്റെ കൂടെ സ്കൂൾ ഗെയിംസിന് ഒരുമിച്ച് അവര് കളിച്ചതാണ്. ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് സ്കൂൾ ഗെയിംസ് നമ്മൾ റണ്ണേഴ്സ് അപ്പ് ആയി അന്ന്. അപ്പൊ ഇവർക്കൊക്കെ അറിയാം ഡിസിപ്ലിൻ എന്താണെന്ന്. കാരണം ഈ പെൺകുട്ടികള് ആൺകുട്ടികൾക്ക് ഒരു ലെറ്റർ കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ഗെയിമിലുള്ളവര്, അത്ലറ്റിക്സിലുള്ളവരായാലും ആരെങ്കിലും ഹോക്കിക്കാരൻ നോക്കിയാൽ പോലും ഇവര് തിരിച്ച് അങ്ങോട്ട് നോക്കിയാലും പണിയാണ് അവിടെ. അതിൽ ഒരു ദാക്ഷിണ്യം കാണിക്കില്ല. കാരണം ജമ്പിന് വന്ന ഒരാളെ ചാടിച്ചുകൊണ്ടുപോയി വലിയ പ്രശ്നം. അപ്പൊ ഈ മെഡല് വാങ്ങിച്ചതുപോലെ ഭയങ്കര മിടുക്കനായിരുന്നു എന്ന് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു. സാർ എപ്പോഴാ ഇതിന്റെ ഈ പ്രേമം സാറിന് മനസ്സിലാവുന്നത്? എപ്പോഴാ? കല്യാണം വിളിച്ചപ്പോഴാണോ? അതിന് മുമ്പ് ഒരു പ്രാവശ്യം ശ്രീജേഷ് എന്നെ ഒന്ന് ഹിന്റ് ചെയ്തു, സാറേ ഞാൻ ജീവിരാജുള്ള ഞാൻ എല്ലാ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്.